ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ. നമുക്ക് ഇനി ഒന്നും എടുക്കാനില്ല. നമ്മളെല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ സാധനങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. എടാ നമ്മളിതിൻ്റെ ബാക്കി കാണുന്ന ഇവിടെയാണ് കേട്ടോ താമസിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഇവരുടെ ഒരു ഓഫീസുണ്ട്, അതൊരു ട്രാവൽ ഏജൻസിയാണ്. അവർ നമുക്ക് പാക്കേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോകാൻ വേണ്ടിയിട്ടില്ല ഇടയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അങ്ങോട്ടേക്കുള്ള പാക്കേജ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ബൈക്കിനാണ് കേട്ടോ പോകണത്. അപ്പോൾ നമ്മൾ അവരുടെ ഓഫീസിൽ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. എടാ ചൗള ട്രാവൽ പോയിന്റ് ഒരു നല്ല ഏജൻസിയാണ് കേട്ടോ, നല്ല പാക്കേജാണ് കേട്ടോ. നമ്മളിപ്പോൾ നിലവിൽ ഇവിടുന്ന് എടുത്തേക്കുന്നത് ഓക്കെ ജൈക ഓക്കെ. എടാ നമ്മളിപ്പോൾ നിലവിൽ ഇവിടുന്ന് എടുത്തേക്കുന്നത് മണാലിയാണ് കേട്ടോ, ഷിംല മണാലി. നമ്മൾ കാർ പാക്കേജാണ് എടുത്തേക്കണത്. അവർ ഇവിടുന്ന് 4-5 ദിവസത്തെ പരിപാടി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ നമ്മളവിടെ മണാലിയിൽ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവൻ്റെ കൂടെ പോയി നമുക്ക് ക്യാഷ് കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. ഇവൻ നമ്മളിപ്പോൾ ATM കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഞാൻ ഇവൻ്റെ കൂടെ പോവാൻ കേട്ടോ. ഭയ്യ നാം ക്യാ ഹേ? मेरा അരീഫ്. ഓക്കെ ഭയ്യ. നമ്മളിപ്പോൾ ATM പോയി ക്യാഷ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. അവിടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു മാക്സിമം ഒരു 20 മിനിറ്റാണ് പറഞ്ഞേക്കണം. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കാറ് വരും. നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാറിനാണ് പോകുന്നത്. ഒരു 3-4-5 ദിവസത്തെ പരിപാടി ഉണ്ട്. ബാക്കിയിട്ട് നമുക്ക് കാറിൽ കയറിയിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ രഞ്ജിത്ത്. हाय हाय। तुम इधर है ना, दिल्ली में? या दिल्ली से नाम बोलो. രഞ്ജിത്ത് ആളാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. ഞങ്ങൾ മൊത്തം 6 ദിവസം, ടോട്ടൽ 6 ഡേയ്സ് ആണ്. ടോട്ടൽ 6 ഡേയ്സ്. ഡൽഹി ടു ഷിംല ടു മണാലി, then Manali local sightseeing, yeah, Manali snow point, and 6 days your drop in Manali. yeah, okay. എടാ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ, ഈ കാണുന്നത് ഭാരത് മണ്ഡപമാണ് കേട്ടോ. ഡൽഹിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഈ വഴിക്ക് തന്നെയാണ് കേട്ടോ നിസാമുദ്ദീനും പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തേക്ക്, ആ ഒരു ഭാഗം കൂടിയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ആ ഭാരത് മണ്ഡപം കണ്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് കേട്ടോ ഇന്ത്യ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടുന്ന് ഇപ്പം നമുക്കിനി ഒരു 400-450 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന ഷിപ്പിലേക്ക്. മൊത്തം ഒരു 10 to 12 hour യാത്രയുണ്ട് നമുക്ക് ഇവിടെ. നിസാമുദ്ദീൻ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ ആലുവയിൽ ട്രെയിൻ വന്നില്ലേ, നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. നമ്മളപ്പോൾ ആ വന്ന ആ ഒരു സ്പോട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മളവിടുന്ന് യൂട്ടേൺ എടുത്തിട്ടോ, അതായത് ഇതാണ് നമ്മൾ ആദ്യം കണ്ടത് ഭാരത് മഠം. ഇവിടുന്ന് ലെഫ്റ്റാണ് ഭാരത് മഠം.
ഇതാണ് അതിൻ്റെ എൻട്രി ഗേറ്റ്. ഇത് അതിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ. ഇത് ഗേറ്റ് നമ്പർ 4 കേട്ടോ. ഭാരത് മഠം ഇത് അതിൻ്റെ 4ാമത്തെ ഗേറ്റ് നമ്പറാണ് കേട്ടോ. എടാ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഭാരത് മഠം പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. നേരെ പോകുന്ന രാജ്ഘട്ട് എന്ന് പറഞ്ഞ വഴി ആ റോഡാണ് പോണത്. കിങ് റോഡ്, രാജ്ഘട്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്ഘട്ടാണ്. ഇതിപ്പോ ഒന്നും മനസ്സിലാവുള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ്, ഈ വഴി ഉണ്ടോ, ഈ വഴി പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് നോർത്തുണ്ട്. ഇതിപ്പോ പണ്ട് നമ്മള് തൃശ്ശൂർ റൗണ്ടിൽ പോകില്ലേ, തൃശ്ശൂർ റൗണ്ടിൽ പോണ അവസ്ഥയാണ്. അതായത് ആദ്യമൊക്കെ ആയിട്ട് ഇവിടെ വന്നവനാണെങ്കിൽ ഉണ്ടല്ലോ, വണ്ടി കൊണ്ട് വന്നാണെങ്കിൽ പെട്ട് പോകും, കറങ്ങി പോകും.